പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, VK റോഡ്, നിലമ്പൂർ. മനുഷ്യ വന്യജീവി സംഘർഷണ ലഘൂകരണത്തിന്റെ ഭാഗമായി സൗരോർജ്ജ വേലിയുടെ പ്രവൃത്തി വിലയിരുത്തുന്നതിനായി MLA ആര്യാടൻ ഷൗക്കത്തിന്റെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ പ്രത്യേക യോഗം ചേർന്നു. ജനപ്രതിനിധികളുടെയും വനം, റവന്യൂ, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും കരാർ കമ്പനി പ്രതിനിധികളുടെയും യോഗമാണ് വിളിച്ചു ചേർത്തത്. മനുഷ്യ വന്യജീവി സംഘർഷം തടയാൻ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ സമഗ്ര പദ്ധതി നടപ്പാക്കുമെന്ന് MLA പറഞ്ഞു. രാഷ്ട്രീയ കൃഷി വികാസ് യോജന, വനം വകുപ്പ്, കിഫ്ബി, നബാർഡ്, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയുമായി ചേർന്നായിരിക്കും സമഗ്ര പദ്ധതി തയ്യാറാക്കുക. നിലമ്പൂരിൽ RKVY പദ്ധതിയിൽ 27 കിലോമീറ്റർ ദൈർഘ്യത്തിൽ സൗരോർജ്ജ വേലിയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 70% പൂർത്തീകരിച്ചിട്ടുണ്ട്. അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ നിർമ്മാണം വേഗത്തിലാക്കാനും നിർദ്ദേശം നൽകി. നിലമ്പൂരിൽ ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഫോറസ്റ്റ് മേഖല, അത് എത്ര കിലോമീറ്റർ ഉണ്ട്? ആ കിലോമീറ്ററുകളിൽ, ആ ദൂരത്ത് എത്ര എണ്ണമാണ് RKVYയിൽ, അതേപോലെ നബാർഡിൻ്റെ സ്കീമിൽ, കിഫ്ബിയുടെ സ്കീമിൽ, മറ്റു സ്കീമുകളിലൊക്കെയായി എത്ര ഇപ്പം നിലവിൽ ചെയ്യുന്നുണ്ട്? അത് കഴിച്ചാൽ എത്രയുണ്ടാവും? അത് കണ്ടെത്തി അതിനുവേണ്ടി സമഗ്രമായ ഒരു പദ്ധതി തയ്യാറാക്കുക. നിലമ്പൂരിലെ ഫോറസ്റ്റും വനവും ഈ ജനവാസ കേന്ദ്രവും കൃഷിയിടങ്ങളും ചേരുന്ന എല്ലാ ഭാഗങ്ങളിലും പരിപൂർണമായി സമഗ്രമായി ഈ പറയുന്ന സോളാർ ഫെൻസിങ്ങിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നതാണ് പ്രധാനമായ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പം ഇതുവരെ ചെയ്തത്. ഇനി ബാക്കി ചെയ്യാനുള്ളത് കണ്ടെത്തുകയും അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയുമാണ്. അല്ല, അത് നമുക്ക് എത്ര ഇനി ചെയ്യാനുണ്ട് എന്നുള്ള കണക്ക് കിട്ടിയാലല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന 27 കിലോമീറ്ററാണ്. അതേപോലെ തന്നെ കിഫ്ബിയുടെ ഒരു വർക്ക് ചെയ്തു വരുന്നുണ്ട്. ഇത് രണ്ടും കൂടി കഴിച്ചാൽ ഇനി എത്ര ഭാഗമുണ്ടെന്ന് നമ്മൾ പരിശോധിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൃത്യമായ കണക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ NA കരീം, ജോസ്മി P തോമസ്, പോത്തുകൽ പഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ്, വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് P റംലത്ത്, എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ഹരിദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സീനത്ത് നൌഷാദ്, കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ KP സുരേഷ്, തഹസിൽദാർ MP സിന്ധു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ലത്തീഫ് മണിമൂളി, റോസമ്മ വർഗീസ്, മെഹമൂദ്, വഴിക്കടവ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ P വിമൽ, നിലമ്പൂർ റേഞ്ച് ഓഫീസർ P സൂരജ്, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, കൃഷി ഓഫീസർമാർ, കരാറെടുത്ത കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. +2 പരാജയപ്പെട്ടവരാണോ നിങ്ങൾ? അതല്ല, +2 മാർക്ക് കുറഞ്ഞതിൽ വിഷമിച്ചിരിക്കുകയാണോ? എങ്കിൽ SSLC +2 കഴിഞ്ഞവർക്ക് കേവലം 2 വർഷത്തെ പഠനം കൊണ്ട് 100% ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ +2 നേടിയെടുക്കാനുള്ള അവസരവും. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും. കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള PSC അംഗീകരിച്ച 2 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, VK റോഡ്, നിലമ്പൂർ. കോൺടാക്ട് 8921 573 500, 9446 549 027.